ഇറാൻ വളരെയധികം പ്രകോപിതരായി നിൽക്കുകയാണ്. അബുദാബിയിലും കുവൈറ്റിലും വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഇറാൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി. അബുദാബിയിൽ അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തിലേക്ക് ആക്രമണം നടത്തി, അതുപോലെ തന്നെ യുദ്ധക്കപ്പലുകൾ മുക്കി എന്ന് വരെ ഇറാൻ പറയുന്ന സാഹചര്യമുണ്ടായി. ഒരുപാട് കപ്പലുകൾ പലയിടങ്ങളിലായിട്ട് നിന്ന് കത്തുന്നുണ്ട്. ഇറാൻ്റെ ഭാഗത്ത് നിന്ന്, ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് ഒക്കെ ആക്രമണങ്ങളും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇതൊന്നും എവിടെയും സ്ഥിരീകരിക്കപ്പെടുന്നില്ല. കുവൈറ്റിൽ 2 തുറമുഖങ്ങൾ അടച്ചു. ഏറ്റവും കൂടുതൽ എണ്ണ കയറ്റുമതി നടത്തുന്ന തുറമുഖങ്ങളാണ് അടച്ചത്. അത് അടയ്ക്കാൻ വേണ്ടി തന്നെയാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ഇറാനുമായി ചേർന്ന് നിൽക്കാത്ത അമേരിക്ക, ഇസ്രായേൽ, അവരുടെ സൗഹൃദ രാജ്യങ്ങളെയാണ് ഇറാൻ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ട്രംപിനൊപ്പം നിന്നാൽ എണ്ണ കിട്ടില്ല, ട്രംപിനൊപ്പം നിന്നാൽ ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാകും, ട്രംപിൻ്റെ കൂടെ നിന്നാൽ ഹോർമുസ് കടലിടുക്ക് വഴി കപ്പൽ പോരില്ല എന്നുള്ള ബോധ്യം സകല രാജ്യങ്ങൾക്കും ഉണ്ടാവുകയും അവർ ഇറാനോടൊപ്പം നിൽക്കുകയോ അല്ലെങ്കിൽ ഇറാനുമായി ചർച്ചയ്ക്ക് തയ്യാറാവുകയോ ചെയ്യുമ്പോൾ ആ ശാക്തിക ചേരി അവിടെ ഇറാനാവുകയാണ്. അല്ലെങ്കിൽ അവിടുത്തെ സുപ്രീം പവർ എന്ന് പറയുന്നത് ഇറാനായി മാറുകയാണ്. പശ്ചിമേഷ്യ അശാന്തമാണ്. അതായത് ഇറാനിലേക്ക് ഇസ്രായേലിൻ്റെ ആക്രമണം നടന്നിരിക്കുന്നു. ഇതോടെ ഹോർമുസ് കടൽ ഇടക്ക് പൂർണ്ണമായിട്ടും അടയ്ക്കുന്ന രീതിയിലേക്ക് ഇറാൻ വന്നിരിക്കുന്നു. അങ്ങനെ പുതിയൊരു ഘട്ടത്തിലേക്കെന്നൊക്കെ വേണം പറയാൻ. അതായത് 1 മാസം പിന്നിടുമ്പോൾ ഈ ഒരു യുദ്ധത്തെ പറയാൻ അത്രയും പുതിയൊരു തലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലേക്ക് സമാധാനം എന്ന് പറയുന്നുണ്ടെങ്കിലും മറ്റൊരു നീക്കവുമായിട്ട് അമേരിക്കൻ രംഗത്തുണ്ട്. ഇപ്പോൾ ഒരു പുതിയ വാർത്ത വരുന്നതനുസരിച്ച് അമേരിക്കയുടെ ജോർജ് ബുഷ് എന്ന് പറയുന്ന പുതിയൊരു പടക്കപ്പൽ ഇറാന്റെ തീരത്ത് നങ്കുരമിടുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരികയാണ്. അങ്ങനെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് ഈ ഒരു യുദ്ധം മാറുകയാണ്. എന്താണ് ഇത്? ഒരു സമാധാന ചർച്ചയിലേക്ക് പോകാനുള്ള സാധ്യതകളൊക്കെ കുറയുകയാണ്. അപ്പം എന്നായിരിക്കും ഒരു സമാധാന ചർച്ച ഉണ്ടാകുക? അല്ലെങ്കിൽ ഈ ഒരു പുതിയ ഘട്ടത്തിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും യുദ്ധത്തിന്റെ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത്? യുദ്ധം അതിതീവ്രമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് രേഷ്മ, അങ്ങനെ തന്നെ വേണം പറയാൻ. നമ്മൾ രാവിലെ ഒരു വീഡിയോ ചെയ്തിരുന്നു, യുദ്ധം ഉടൻ തീരാൻ സാധ്യതയുണ്ട്, ട്രംപ് ഇറാൻ പറയുന്നതെല്ലാം അനുസരിക്കുന്ന അവസ്ഥ വരുന്നുണ്ട് എന്നായിരുന്നു നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിരുന്ന കാര്യം. കാരണം ട്രംപ് പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നേരിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ കുറയുകയും മറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള മധ്യസ്ഥ ചർച്ചകൾക്കുള്ള സാധ്യതകൾ തെളിയുകയും ഒക്കെ ചെയ്യുമെന്നായിരുന്നു വീണ്ടും ഉയർന്നു വന്നൊരു പ്രതീക്ഷ. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ വീണ്ടും ഇറാനിലേക്ക് ശക്തമായ ആക്രമണങ്ങൾ നടത്തിയ ഒരു സാഹചര്യത്തിൽ ഇറാൻ വളരെയധികം പ്രകോപിതരായി നിൽക്കുകയാണ്. എന്ന് മാത്രവുമല്ല, 10 ദിവസത്തെ ഒരു താൽക്കാലിക വെടിനിർത്തൽ ട്രംപ് വീണ്ടും പ്രഖ്യാപിച്ചു. ആദ്യം 5 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു, അതിനുശേഷം പിന്നെ അത് 10 ദിവസത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വെടിനിർത്തലിന് കളം ഒരുങ്ങുന്നു എന്നായിരുന്നു എല്ലാവരും കരുതിയത്. പക്ഷേ സംഭവിച്ചത് എന്താണ്? ഈ വെടിനിർത്തൽ 10 ദിവസം ട്രംപ് പ്രഖ്യാപിച്ചിട്ട് അത് പാലിച്ചത് അമേരിക്ക മാത്രമാണ് എന്നുള്ളതാണ്. ഈ വെടിനിർത്തലിനെ ഇസ്രായേലോ ഇറാനോ പരിഗണിച്ചതുപോലുമില്ല. ഇസ്രായേൽ ഇറാൻ്റെ പ്രധാനപ്പെട്ട ഒരു ആണവ കേന്ദ്രം കൂടി, അർഖ എന്ന് പറയുന്ന ഒരു ആണവ കേന്ദ്രം കൂടി ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണം നടത്തി. അതിൻ്റെ പ്രത്യാക്രമണം എന്ന നിലയിൽ ഇസ്രായേലിനുള്ളിലേക്ക് വ്യാപകമായ ആക്രമണങ്ങൾ ഇറാൻ അഴിച്ചുവിട്ടു. എന്ന് മാത്രമല്ല, അബുദാബിയിലും കുവൈറ്റിലും വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അബുദാബിയിൽ അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തിലേക്ക് ആക്രമണം നടത്തി, അതുപോലെ തന്നെ യുദ്ധക്കപ്പലുകൾ മുക്കി എന്ന് വരെ ഇറാൻ പറയുന്ന സാഹചര്യമുണ്ടായി. കുവൈറ്റിൽ 2 തുറമുഖങ്ങളുടെ പ്രവർത്തനം പൂർണ്ണമായി അവസാനിപ്പിക്കുന്ന വിധത്തിലേക്ക് ഇറാൻ്റെ ആക്രമണങ്ങൾ എത്തിയിരിക്കുന്നു. വലിയ തോതിൽ എണ്ണ കയറ്റുമതി ചെയ്യുന്ന 2 തുറമുഖങ്ങളാണ് കുവൈറ്റ് അടച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതായത് അന്താരാഷ്ട്ര തലത്തിൽ ഒരു വലിയ എണ്ണ പ്രതിസന്ധി, ഊർജ്ജ പ്രതിസന്ധിയൊക്കെ ഉടലെടുക്കുന്ന വിധത്തിലേക്ക് ഇറാൻ ഈ യുദ്ധത്തെ തന്ത്രപരമായി കൊണ്ടുപോവുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം പുതിയ തലങ്ങളിലേക്ക് നീങ്ങുകയാണ്. ലോകം 2 ചേരിയിലേക്ക് മാറുന്നതിൻ്റെ പ്രകടമായ ഉദാഹരണങ്ങളും ഇന്നേ ദിവസം കാണുകയാണ്. ട്രംപ് ആകെ പറയുന്ന 2 കാര്യങ്ങൾ: യുദ്ധം ഇനിയും 3-4 ആഴ്ച നീളും, ഇറാൻ്റെ ഒരുപാട് കേന്ദ്രങ്ങൾ ഇനിയും തകർക്കാനുണ്ട്, ഒപ്പം ഹോർമുസ് കടലിടുക്കിനെ ഇനി ട്രംപ് കടലിടുക്ക് എന്ന് വിളിക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്നതിനപ്പുറം ഈ യുദ്ധം നിർത്തുന്നതിനാവശ്യമായ ക്രിയാത്മകമായ പുതിയ നിർദ്ദേശങ്ങളൊന്നും തന്നെ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ട കാര്യം. അതുപോലെ തന്നെ ഈ യുദ്ധത്തെ പിടിച്ചുകെട്ടാൻ, അതായത് ഹോർമുസ് കടലിടുക്ക് വഴി പുതിയ കപ്പലുകൾ, ഇപ്പോൾ കെട്ടിക്കിടക്കുന്ന 200ഓളം കപ്പലുകളുണ്ട്, ആ കപ്പലുകളെ ഹോർമുസ് കടലിടുക്ക് വഴി കൊണ്ടുവരാനുള്ള തന്ത്രപ്രധാനമായ ഇടപെടലുകളൊക്കെ നടത്തും. അമേരിക്കൻ നാവികസേന അതിനുവേണ്ടി കളത്തിലിറങ്ങുമെന്നൊക്കെ ട്രംപ് നേരത്തെ വീരവാദം മുഴക്കിയിരുന്നു. പക്ഷേ അതൊന്നും നടപ്പായതായി കാണുന്നില്ല. ഹോർമുസ് കടലിടുക്ക് വഴി ഒരു കപ്പൽ പോലും കൊണ്ടുവരാൻ, അതായത് ഇറാൻ്റെ കണ്ണ് വെട്ടിച്ച് അല്ലെങ്കിൽ ഇറാൻ്റെ അനുമതിയില്ലാതെ ഒരു കപ്പൽ പോലും കൊണ്ടുവരാൻ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ സാധിച്ചിട്ടില്ല എന്നത് അമേരിക്കയുടെ ദയനീയ പരാജയമാണ് തെളിയിക്കുന്നത്. അതുപോലെ തന്നെ അമേരിക്കയെ സംബന്ധിച്ച് ഈ യുദ്ധവുമായി ഇനിയും മുന്നോട്ട് പോയാൽ
വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്നതിൻ്റെ കൃത്യമായ മുന്നറിയിപ്പുകൾ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. അതായത് വലിയ സാമ്പത്തിക നഷ്ടം. അമേരിക്കയിൽ ഇടക്കാല തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഏതാണ്ട് പ്രതിദിനം 9,000 കോടി രൂപയാണ് അമേരിക്കയ്ക്ക് വേണ്ടി വരുന്ന യുദ്ധച്ചെലവ്. അപ്പൊ ഇപ്പൊ പറയുന്നത് പോലെ തന്നെ ഈ സാമ്പത്തിക നഷ്ടം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനു മുമ്പ് കണ്ടതാണ്. അമേരിക്കയുടെ 2 കപ്പലുകൾ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണത്തിൽ പിന്നോട്ട് അമേരിക്ക തന്നെ അതിനെ മാറ്റുന്നത്. പക്ഷേ ഇറാൻ അത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അമേരിക്ക അത് അംഗീകരിച്ചില്ല. ആ ഒരു സാഹചര്യത്തിലാണ് 3ാമത്തെ കപ്പൽ വരുന്നത്. ആദ്യത്തെ 2 കപ്പല് എബ്രഹാം ലിങ്ക്, പിന്നെ USS ജെറാൾഡ് ഫോർ എന്ന് പറയുന്ന കപ്പലും വരികയാണ്. അത് രണ്ടും ആക്രമണത്താൽ നശിപ്പിക്കപ്പെട്ടു എന്ന് ഇറാന്റെ ഒരു വാദമുണ്ടാകുന്നു. പിന്നീട് ഒരു യുദ്ധ സമാധാനത്തിലേക്കൊക്കെ പോകുന്നതിന്റെ ഒരു നാടകമായിരുന്നു എന്നതാണ് ഇപ്പോൾ ചോദിക്കാറുള്ളത്. കാരണം 3ാമത് ആ ഒരു ഭാഗത്തേക്ക് തന്നെ വീണ്ടും ഈ ജോർജ് ബുഷ് എന്ന് പറയുന്ന ഒരു പടക്കപ്പലിനെ അമേരിക്ക തൊടുത്തു വിടുകയാണ്, അല്ലെങ്കിൽ ആ നങ്കുരം ഇട്ടിരിക്കുകയാണ്. അപ്പം അതിന്റെ ഒരു അർത്ഥം എന്താണ്? ഈ യുദ്ധം അവസാനിപ്പിക്കുന്നു എന്ന് പറയുന്നതൊക്കെ ഒരു ഇതേപോലെ തന്നെ പൊള്ളയായിട്ടുള്ള വാക്കുകളായിരിക്കത്തില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഒരു നയതന്ത്രമാണോ അമേരിക്കയുടെ? നയതന്ത്രമല്ല, ഇത് കുതന്ത്രമാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഒരു വശത്ത് ഇറാൻ ഞങ്ങളുമായി ചർച്ചയ്ക്ക് ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ ട്രംപ് പറയുകയാണ്. എന്ന് മാത്രമല്ല, പാകിസ്ഥാൻ വഴി 15 നിർദ്ദേശങ്ങളൊക്കെ ഇറാനെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഖത്തറും സൗദിയും ഒക്കെ ഒരു ഇടനില നിന്നുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നുവെന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഒരു വശത്ത് സമാധാനത്തിന് വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുന്നുവെന്ന് അമേരിക്ക തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യുകയും, എന്നാൽ അതേസമയം മറുവശത്ത് യുദ്ധം കടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള യുദ്ധ സാഹചര്യങ്ങൾ കൂടുതലായി ഒരുക്കുകയും ചെയ്യാണ്. ശരിക്കും പറഞ്ഞാൽ ഈ USS എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന കപ്പൽ പിൻവലിക്കപ്പെട്ടോ അതെവിടെ പോയി എന്ന് ആർക്കും അറിയില്ല. USS ജെറാൾഡ് ഫോർഡിന് തീപിടിച്ചുവെന്നും അത് ആക്രമണത്തെ തുടർന്നുണ്ടായതാണെന്നും പെൻറ്റഗൺ പിന്നീട് സ്ഥിരീകരിച്ചു. ഇതിനിടയിൽ USS ട്രിപ്പോളി എന്ന് പറയുന്ന ഒരു കപ്പൽ പുറപ്പെട്ടതായി വിവരമുണ്ടായിരുന്നു. അതെവിടെ പോയി എന്ന് ആർക്കും അറിയില്ല. അതിനിടയിൽ നിരവധി കപ്പലുകൾ കത്തുന്നതിൻ്റെ വിഷ്വലുകൾ ഇറാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയും പ്രസ് TV വഴിയും പുറത്തുവിട്ടിട്ടുണ്ട്. അത് എണ്ണക്കപ്പലുകളാണ് എന്ന് പറയുന്നു, അല്ല യുദ്ധക്കപ്പലുകളാണ് എന്ന വാദം വരുന്നു. അപ്പോൾ ഇതിനിടയിൽ ഒരുപാട് കപ്പലുകൾ പലയിടങ്ങളിലായിട്ട് നിന്ന് കത്തുന്നുണ്ട്. ഇറാൻ്റെ ഭാഗത്ത് നിന്ന്, ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് ഒക്കെ ആക്രമണങ്ങളും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇതൊന്നും എവിടെയും സ്ഥിരീകരിക്കപ്പെടുന്നില്ല. പക്ഷേ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാണ് കപ്പലുകൾ നിന്ന് കത്തുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ USS ട്രിപ്പോളിയും USS എബ്രഹാം ലിങ്കണും USS ജെറാൾഡ് ഫോർഡും ഒക്കെ തകർക്കപ്പെടുകയും അതിനുശേഷം ഒരു അന്തിമ യുദ്ധം എന്ന നിലയിലേക്ക് ഈ USS ജോർജ് ബുഷോ ആ സാധനത്തെ അയക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്ന കാര്യം. കപ്പലുകൾ ഓരോന്നായി ഇറാൻ പൊട്ടിക്കുന്നു, പുതുതായിട്ട് ഓരോന്ന് അവതരിപ്പിക്കുന്നു എന്ന് വേണം കരുതാൻ. പക്ഷേ അതേസമയം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ദിവസം 9,000 കോടി രൂപയുടെ ചിലവ് അമേരിക്കയ്ക്ക് വരുന്നു. ഇതുവരെ ഒരു മാസം 2.5 ലക്ഷം കോടി രൂപയാണ്, രൂപ കണക്കിൽ പറയുകയാണെങ്കിൽ 2.5 ലക്ഷം കോടി രൂപയാണ് യുദ്ധത്തിന് വേണ്ടി മാത്രം അമേരിക്ക ചിലവഴിച്ചിട്ടുള്ളത്. ഇത്രയും ചിലവ് അമേരിക്കയ്ക്ക് ഇനി എത്ര നാൾ താങ്ങാനാകുമെന്നുള്ളത് അമേരിക്കയിലെ സാമ്പത്തിക വിദഗ്ധർ അടക്കം ചോദിച്ചു തുടങ്ങിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് മൊസാദിൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് അടക്കം തെറ്റിപ്പോകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ടായിട്ടുണ്ട്. മൊസാദിൻ്റെ അടക്കം ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്കയും ഇസ്രായേലും ഈ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. ഈ യുദ്ധത്തിൽ ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് മൊസാദ് പറഞ്ഞത് ആയത്തുള്ള അലി ഖാംനെയി അടക്കമുള്ള ആളുകൾ കൊല്ലപ്പെട്ടാൽ ഇറാനിൽ അവിടുത്തെ ഇസ്ലാമിക റിപ്പബ്ലിക് ഭരണത്തിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമെന്നും ആ ഭരണവിരുദ്ധ വികാരത്തെ തുടർന്ന് എളുപ്പത്തിൽ അവിടെ ഒരു ബദൽ ഭരണകൂടത്തെ കൊണ്ടുവന്ന് ഇസ്ലാമിക ഭരണത്തെ താഴെ ഇടാമെന്നുമായിരുന്നു മൊസാദിൻ്റെ അടക്കം നിരീക്ഷണം. പക്ഷേ അത് പാടെ തെറ്റിപ്പോയി. അവിടുത്തെ ജനങ്ങൾ പാശ്ചാത്യ ശക്തികൾക്കെതിരെ ഒറ്റക്കെട്ടായി ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് അടിയിൽ അണിനിരന്നു. അവിടുത്തെ ജനങ്ങൾ സന്നദ്ധരാണ്, യുദ്ധം ചെയ്യാൻ സന്നദ്ധരായി രംഗത്ത് വന്നു. അതുകൊണ്ടാണ് ഇറാൻ പറയുന്നത് 10 ലക്ഷത്തിലധികം സൈനികർ ഞങ്ങൾക്കുണ്ട് എന്ന്. അവിടുത്തെ ഇറാൻ്റെ ശരിക്കും IRGC അടക്കമുള്ള സൈന്യത്തെ കൂട്ടിയാൽ ഏതാണ്ട് ഒരു 7 ലക്ഷം പേരേ ഉള്ളൂ. ബാക്കി പൊതുജനങ്ങൾ യുദ്ധസന്നദ്ധരായിട്ടുള്ള ആളുകളെ കൂടി അണിനിരത്തുമെന്ന അർത്ഥത്തിലാണ് ഇറാൻ 10 ലക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇറാൻ 10 ലക്ഷം സൈനികരെ കരയുദ്ധത്തിന് ഒരുക്കി നിർത്തുകയും ബാലിസ്റ്റിക് മിസൈലുകൾ അടക്കമുള്ള അത്യാധുനിക യുദ്ധ സംവിധാനങ്ങളെല്ലാം റെഡിയാക്കി നിർത്തുകയും ചെയ്യുമ്പോൾ അമേരിക്കയുടെ കയ്യിൽ ആകെയുള്ളത് എന്താണ്? ഒരു പടക്കപ്പലാണ്. ബാക്കി 3 എണ്ണം പോയി. ഇപ്പോൾ ആകെയുള്ളത് USS ജോർജ് ബുഷ് എന്ന് പറയുന്ന ഒരു കപ്പലാണ്. ആ കപ്പലിൽ ഏതാണ്ട് 90ഓളം ഫൈറ്റർ ജെറ്റുകളുണ്ട്. പരമാവധി ഏറിപ്പോയാൽ 5000-നും 10,000-നും അടുത്ത് ഇടയിൽ പടയാളികളും ഉണ്ടാകും. ഈ പറയുന്ന കപ്പൽ ഇറാൻ്റെ തീരത്ത് നങ്കൂരമിട്ടാൽ 10 ലക്ഷം സൈനികർ കരയുദ്ധത്തിന് തയ്യാറായി ഇറാനിൽ നിൽക്കുകയും ഇറാൻ്റെ ആയിരക്കണക്കിന് 10,000-കണക്കിന് വരുന്ന മിസൈലുകളും ഡ്രോണുകളും അവിടെ ചുറ്റി നിൽക്കുകയും ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ?
ഒരു രക്ഷയുമില്ലാത്ത വിധത്തിൽ അമേരിക്കയ്ക്ക് ആക്രമണം ഏറ്റുവാങ്ങേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ G7 യോഗത്തിൽ പറഞ്ഞത് ഞങ്ങൾ കരയുദ്ധത്തിലേക്ക് പോകുന്നില്ല എന്ന്. അപ്പോൾ ട്രംപിൻ്റെ ഈ വീരവാദങ്ങൾ, ഈ വെല്ലുവിളി എന്ന് പറയുന്നത് വെറുതെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാവുകയാണ്. എന്ന് മാത്രമല്ല, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം, ഈ യുദ്ധം ആണവ കേന്ദ്രങ്ങളെ, ഊർജ്ജ കേന്ദ്രങ്ങളെ, എണ്ണ കേന്ദ്രങ്ങളെയൊക്കെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ വലിയ തോതിൽ അന്താരാഷ്ട്ര തലത്തിൽ എണ്ണ ഉൽപ്പാദനത്തെയും വിതരണത്തെയും ബാധിക്കും. ക്ഷാമം, വിലക്കയറ്റം തുടങ്ങിയവ ഉണ്ടാവും. ഇപ്പം ഇന്ത്യയിൽ തന്നെ നോക്കുക, ഓഹരി വിപണി കുത്തനെ ഇടിയും. ഇപ്പോൾ ഇറാൻ പുതിയ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ്. ക്രൂഡ് ഓയിലിന്റെ വില ഇപ്പോൾ $100 പിന്നിട്ടു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക. അതായത് അമേരിക്കയ്ക്ക് ഇത്രയും സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലും അവിടെ യുദ്ധം നടത്താൻ കടം വാങ്ങി വീണ്ടും ട്രംപ് ഈ ഒരു പരിപാടി ചെയ്യുകയാണ്. പക്ഷെ അവിടുത്തെ ജനങ്ങൾ കഷ്ടത്തിലുമാണ്. പശ്ചിമേഷ്യയിലാണെങ്കിൽ മൊത്തത്തിൽ പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യവും കൂടിയാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉടലെടുത്തിട്ടുണ്ട്. ഇന്ധനവില കുതിച്ചു വരികയാണ്. അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്, ഹിതപരിശോധന നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയും വലിയൊരു തുക യുദ്ധത്തിന് വേണ്ടി ചെലവഴിച്ചു. അതുപോലെ തന്നെ അവിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത്, പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം നടത്തിയിരുന്ന ഒരു വലിയ പ്രചാരണം എന്ന് പറയുന്നത് ഉക്രൈനും ഇസ്രായേലിനുമൊക്കെ ആയുധങ്ങൾ വെറുതെ സപ്ലൈ ചെയ്ത് യുദ്ധത്തിന് വേണ്ടി പണം ചെലവാക്കി അമേരിക്ക തങ്ങളുടെ സ്വയം പ്രതിരോധ ശേഷി ഇല്ലാതാക്കുകയാണ് എന്നാണ് ജോ ബൈഡനെതിരെ വലിയ വിമർശനമായിട്ട് ട്രംപ് അന്ന് ഉന്നയിച്ചിരുന്നത്. അതിനുശേഷം സമാധാനമുണ്ടാക്കും, ഇസ്രായേൽ ഹമാസ് യുദ്ധം നിർത്തും, യുക്രൈൻ റഷ്യ യുദ്ധം നിർത്തും എന്നൊക്കെ പറഞ്ഞ് ട്രംപ് അധികാരത്തിലേറി സമാധാനത്തിൻ്റെ നോബൽ സമ്മാനത്തിന് സ്വയം നാമനിർദ്ദേശം ചെയ്തു. പക്ഷേ അത് കിട്ടിയില്ല. അതിനുശേഷം പിന്നെ ക്രൂരനായ ട്രംപിനെ, അല്ലെങ്കിൽ കിളി പോയ ട്രംപിനെ, എല്ലാം നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ച ഒരു ട്രംപിനെയാണ് ലോകം കാണുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അമേരിക്കയെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിയിടുന്ന വിധത്തിലുള്ള പ്രശ്നമുണ്ടായത്. ഇപ്പോൾ നോക്കുക, കുവൈറ്റിൽ 2 തുറമുഖങ്ങൾ അടച്ചു. ഏറ്റവും കൂടുതൽ എണ്ണ കയറ്റുമതി നടത്തുന്ന തുറമുഖങ്ങളാണ് അടച്ചത്. അത് അടയ്ക്കാൻ വേണ്ടി തന്നെയാണ് ഇറാൻ ആക്രമണം നടത്തിയത്. എന്ന് മാത്രമല്ല, ഇന്ത്യ ഉൾപ്പെടെയുള്ള പല സൗഹൃദ രാജ്യങ്ങൾക്കും ഹോർമുസ് കടലിടുക്കിലൂടെ നിലവിൽ എണ്ണ കൊണ്ടുവരാം, പ്രകൃതിവാതകം ഉൾപ്പെടെയുള്ള കൊണ്ടുവരാം. അതിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇറാനുമായി ചേർന്ന് നിൽക്കാത്ത അമേരിക്ക, ഇസ്രായേൽ, അവരുടെ സൗഹൃദ രാജ്യങ്ങളെയാണ് ഇറാൻ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ട്രംപിനൊപ്പം നിന്നാൽ എണ്ണ കിട്ടില്ല, ട്രംപിനൊപ്പം നിന്നാൽ ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാകും, ട്രംപിൻ്റെ കൂടെ നിന്നാൽ ഹോർമുസ് കടലിടുക്ക് വഴി കപ്പൽ പോരില്ല എന്നുള്ള ബോധ്യം സകല രാജ്യങ്ങൾക്കും ഉണ്ടാവുകയും അവർ ഇറാനോടൊപ്പം നിൽക്കുകയോ അല്ലെങ്കിൽ ഇറാനുമായി ചർച്ചയ്ക്ക് തയ്യാറാവുകയോ ചെയ്യുമ്പോൾ ആ ശാക്തിക ചേരി അവിടെ ഇറാനാവുകയാണ്. അല്ലെങ്കിൽ അവിടുത്തെ സുപ്രീം പവർ എന്ന് പറയുന്നത് ഇറാനായി മാറുകയാണ്. അതാണ് ഇതിനകത്ത് ഇറാൻ സ്വീകരിക്കാൻ പോകുന്ന ഏറ്റവും നയതന്ത്രപരമായ ഒരു ട്രിക്ക് എന്ന് പറയുന്നത്, ഒരു തന്ത്രം എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഹോർമുസ് കടലിടുക്ക് അടച്ചു എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത്. അതായത് ഇറാൻ്റെ നിലപാട് എപ്പോഴും ഘടിപ്പിച്ചതായിരിക്കും, അത് അതേപോലെ തന്നെ അവർ പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു ഇനി ചെങ്കടലും അല്ലെങ്കിൽ അതുപോലത്തുള്ള ചെങ്കടൽ പാതയും കൂടി അടയ്ക്കും എന്നുള്ളൊരു നിലയിലേക്ക് ഇറാൻ പോയി കഴിഞ്ഞാൽ ഏകദേശം ലോകം മൊത്തത്തിൽ ഒരു ഇരുട്ടിലാവുന്ന അവസ്ഥയാവത്തില്ലേ? അല്ല, അതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത്. ലോകം പുതിയ തലത്തിലേക്ക് പോവുകയാണ്. യുദ്ധം 30 ദിവസം വരെ ഇത് ഇസ്രായേലും ഇറാനും അമേരിക്കയും മാത്രം ഉൾപ്പെടുന്ന, അല്ലെങ്കിൽ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ ഉൾപ്പെടുന്ന ഗൾഫ് രാജ്യങ്ങൾ വളരെ പരിമിതമായി മാത്രം ഉൾപ്പെടുന്ന ഒരു യുദ്ധ സാഹചര്യമായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് ഇറാൻ ലക്ഷ്യമിടാൻ പോകുന്നത് ഗൾഫ് രാജ്യങ്ങളിലെ തന്ത്രപ്രധാനമായ എണ്ണ കേന്ദ്രങ്ങളായിരിക്കും. അതായത് പരമാവധി ലോകത്തെ ശ്വാസം മുട്ടിക്കുക, ലോകം ഈ യുദ്ധം നിർത്താൻ വേണ്ടി മുറവിളി കൂട്ടുക. അങ്ങനെ മുറവിളി കൂട്ടുമ്പോൾ അതിന് പരിഹാരം കാണാൻ ട്രംപിനും ഇസ്രായേലിനും കഴിയില്ല എന്നുള്ളത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു. ട്രംപ് 1 മാസം മുന്നേ വെല്ലുവിളിച്ചതാണ്, ഹോർമുസ് കടലിടുക്ക് വഴി പോകുന്ന എല്ലാ എണ്ണക്കപ്പലുകൾക്കും അമേരിക്ക സംരക്ഷണം കൊടുക്കും, അമേരിക്കയുടെ പടക്കപ്പലുകൾ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ കപ്പൽ പോലും മര്യാദക്ക് ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല. ഒരൊറ്റ എണ്ണക്കപ്പൽ പോലും അമേരിക്കൻ കപ്പലിൻ്റെ പിന്തുണയോടെ അവിടെ വിട്ട് പോയിട്ടുമില്ല, അതായത് ഹോർമുസ് കടലിടുക്ക് വഴി പോയിട്ടുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ ആ വാഗ്ദാനമൊക്കെ വെറും പൊള്ളയായിരുന്നു എന്ന് ലോകത്തിന് മനസ്സിലായി. അപ്പോൾ ഈ ഇറാൻ ചെയ്യുന്നത് എന്താണ്? ലോകത്തെ കൊണ്ട് അമേരിക്കയെ വരിഞ്ഞു മുറുക്കിക്കുക, ലോകത്തെ കൊണ്ട് ഇറാന് അനുകൂലമായ ഒരു നിർദ്ദേശം ഉണ്ടാക്കിക്കുക. അല്ലെങ്കിൽ ഇനി ഒരിക്കലും ഇറാൻ്റെ പരമാധികാരത്തിലേക്കും ഇറാൻ്റെ സ്വാതന്ത്ര്യത്തിലേക്കും ഒന്നും കടന്നു കയറാത്ത വിധത്തിൽ അമേരിക്കയെ പശ്ചിമേഷ്യയിൽ നിന്ന് തന്നെ ഓടിക്കുക, അതിന് അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ ഒപ്പം നിൽക്കുന്ന സാഹചര്യം ഉണ്ടാക്കുക. അതാണിപ്പോൾ ഏറ്റവും പ്രധാനമായി ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന യുദ്ധതന്ത്രം. ഒരുപക്ഷെ അത് വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പം തന്നെ ലോകം 2 ചേരിയിലേക്ക്, അമേരിക്കയ്ക്കൊപ്പം ചില രാജ്യങ്ങളെങ്കിലും ഉണ്ട്. നാറ്റോ സഖ്യം പൂർണ്ണമായി
പൂർണ്ണമായി അമേരിക്കയ്ക്കൊപ്പം ഇല്ല. 34ഓളം രാജ്യങ്ങളുണ്ട്. അപ്പോൾ അമേരിക്ക പറയുന്നത് ഇനി നാറ്റോ സഖ്യത്തിന് വേണ്ടി സാമ്പത്തിക സഹായം നൽകുന്ന പരിപാടി ഞങ്ങൾ നിർത്തി, നിങ്ങൾ ഞങ്ങൾക്കൊപ്പം നിൽക്കാതെ ഞങ്ങളെ ചതിച്ചു എന്നൊക്കെയാണ് അമേരിക്ക പറയുന്നത്. വളരെ വൈകാരികമായിട്ടാണ് ട്രംപ് പ്രതികരിക്കുന്നത്. അപ്പോൾ ഇനി ഉണ്ടാകാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം വൈകാതെ അമേരിക്കയും ഇസ്രായേലും പൂർണ്ണമായി ഒറ്റപ്പെടും എന്ന് മാത്രമല്ല, ഇസ്രായേലും അമേരിക്കയും തമ്മിൽ ഇപ്പോൾ തന്നെ സ്പർദ്ധയിലാണ്, ഇപ്പോൾ തന്നെ തമ്മിലടിയിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേൽ വേറെ അമേരിക്ക വേറെ. അമേരിക്ക യുദ്ധത്തിൻ്റെ ഓരത്തോടു കൂടി നയതന്ത്രപരമായി പ്രശ്നങ്ങൾ അമേരിക്ക തലയൂരാൻ വേണ്ടിയിട്ടുള്ള പണികൾ നോക്കും. ഇസ്രായേലാണെങ്കിൽ ഇറാനുമായി നേർക്കുനേർ ഏറ്റുമുട്ടും. ഇസ്രായേലിന് മാരകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാകും. ഒറ്റയ്ക്ക് ഇസ്രായേൽ എല്ലാം അനുഭവിക്കേണ്ടി വരും. നെതന്യാഹുവിൻ്റെ ജീവൻ പോലും അപകടത്തിലാകുന്ന വിധത്തിലേക്ക് ഇറാൻ കടന്നു കയറി ആക്രമിക്കും. ഹൂത്തികളും ഹിസ്ബുള്ളയും അതിശക്തമായി കളത്തിലിറങ്ങും. അവർക്കെതിരെ ഒന്നും ചെയ്യാൻ ലോകം തയ്യാറാകില്ല. കാരണം ഹൂത്തികൾക്കെതിരെ ഇറങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇനിയും ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ, ഈ സൂയസ് കനാൽ വഴിയുള്ള ബാബൽ മന്ദബ് കടലെടുക്കെന്ന് പറയുന്ന സൂയസ് കനാൽ വഴിയുള്ള ചരക്ക് ഗതാഗതം പോലും നിലയ്ക്കും. അത് ചെയ്തിട്ടുണ്ട്. 2-2.5 വർഷക്കാലം ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ച് ചെങ്കടൽ ഹൂത്തികൾ അടച്ചു കെട്ടിയപ്പോൾ അമേരിക്കയ്ക്ക് പോലും അത് തുറക്കാൻ പറ്റിയില്ല. അതൊരു യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേൽ പരിപൂർണമായി ഒറ്റപ്പെട്ട് ഈ യുദ്ധം തുടങ്ങിയതിനൊക്കെ കനത്ത ശിക്ഷ ഏറ്റുവാങ്ങി, വലിയ നാശനഷ്ടങ്ങൾ ഏറ്റുവാങ്ങി, സാമ്പത്തികമായും സൈനികപരമായും തകർന്ന് വല്ലാത്തൊരു ദുരന്തത്തിലേക്ക് ഇസ്രായേൽ നീങ്ങും. നെതന്യാഹുവും അതിൻ്റെ കയ്പുനീര് കുടിക്കും. ലോകത്തെ മുഴുവൻ ഈ വിധത്തിൽ ദുരിതം അനുഭവിപ്പിച്ചതിനുള്ള പരമാവധി ശിക്ഷ ഏറ്റുവാങ്ങാൻ പോവുകയാണ് ഇസ്രായേൽ എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം. അതായത് ഇസ്രായേൽ ഒറ്റപ്പെട്ട് അമേരിക്കയുടെ പോലും പിന്തുണയില്ലാതെ സകലതിനും കണക്ക് പറയുന്ന അവസ്ഥയിലേക്ക്, ഇറാൻ്റെ ഭാഗത്ത് നിന്ന് അതീവ ഗുരുതരമായ ആക്രമണങ്ങൾ ഏറ്റുവാങ്ങി തകരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രേഷ്മ.